നിങ്ങൾക്ക് സത്യജിത്ര തന്നെ അട്ടോറിക്ഷക്കാരൻ ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ് എൻ്റെ ഒരു പടം പോലും ഇവിടെ റിലീസ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് അറിയാം. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ ഒരു നിമിഷമായിരുന്നു. ഇതിന്റെ പിന്നെ പ്രതിസന്ധികൾക്ക് എങ്ങനെയാണ്? എത്ര രൂപ കൊടുത്താലും കിട്ടാത്ത ഒരു തരം സന്തോഷമുണ്ട്. ഒരു ആൾക്കാരൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തിയുണ്ട്. രാത്രി 8 മണി 9 മണിക്ക് മുമ്പ് അടിക്കുന്ന പത്രങ്ങളിലെല്ലാം എൻ്റെ പടമുണ്ട്. അത് കഴിഞ്ഞിട്ട് ലേറ്റ് എഡിഷൻസ് ഉണ്ട്. അത് 12 മണിക്കാണ് അടിക്കുന്നത്. കേരള കൗമുദിയാണ് അന്നത്തെ ഏറ്റവും ലീഡിങ്. അതിൽ എൻ്റെ പേരില്ല. അപ്പോൾ ഞാനിത് ഒരിക്കലും എനിക്ക് ഒരു നാണക്കേടുമില്ല പറയാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നത് തന്നെയാണ്. അത് എന്നെ വല്ലാണ്ട് വിഷമിപ്പിച്ചു. ഞാൻ പിന്നെ വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങിയില്ല. അതിന് 2 കൈയും 2 കാലും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കുട്ടിക്ക് ഇപ്പം നോക്കാൻ ആളുണ്ട്. വളർന്നു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി എങ്ങനെ ജീവിക്കും? എനിക്കപ്പം ഞാനപ്പം കരുതി നിസ്സാരമായ ഒരു അവാർഡ് കിട്ടാത്തതിന് ഞാൻ വിഷമിക്കുന്നു. ഇവളുടെ ജീവിതമാണ് അവളുടെ ഒന്നുമില്ലാതെ കിടക്കുന്നത്. ഞാൻ മാറ്റിട്ടേ ഇല്ല ഒരു പൈസ. അവാർഡിനോടൊപ്പം പൈസ ഞാൻ ഇതുവരെ മാറ്റിയിട്ടില്ല. കാരണം എൻ്റെ കല ഞാൻ പൈസയായിട്ട് ബന്ധപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഒരു ദിവസം എന്തോ ഒരു ചോക്ലേറ്റ് എന്താ വാങ്ങിച്ചിട്ട് വരണമെന്ന് പറഞ്ഞത്, അത് മറന്നുപോയി ഞാൻ വാങ്ങിക്കാൻ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവൾ കയ്യിൽ നോക്കിയപ്പോൾ ഒന്നുമില്ല. എന്നിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് കൃഷ്ണമൂർത്തി, സൂര്യ കൃഷ്ണമൂർത്തി എന്നിട്ട് ഞങ്ങൾ 3ാമത്തെ നിലയിലാണ് വീട്. പടി കയറി പോകണം. അപ്പോൾ പടി കയറുമ്പോഴൊക്കെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ റെയിലുണ്ടല്ലോ കയ്യിൽ, ആ റെയിൽ അമർത്തി പിടിക്കും. കാരണം സത്യജിത്രയെ തൊട്ട റെയിലല്ലേ. അപ്പോൾ റെയിലല്ലേ, അങ്ങനെ റെയിലിൽ തട്ടി താഴെ നിന്നുകൊണ്ട് വന്നപ്പോൾ മോളിൽ നിന്ന് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു, ഹാവ് യു സീൻ മൈ ദേവി? ഞാൻ പറഞ്ഞു ദാറ്റ് ഇസ് വൺ ഫിലിം ഐ കുഡ് നോട്ട് സീ എന്ന് പറഞ്ഞു. കം അപ്പ് എന്ന് പറഞ്ഞു. പിന്നെ ഉടനെ ഓടി മോളിൽ പോയി. എന്നിട്ട് മോളിൽ ചെന്നപ്പോൾ ഒരു ലെറ്റർ എഴുതി തന്നു. ബെൻസാൾ ആൻഡ് കമ്പനി 13 ലെനിൻ സറാനി എന്ന് പറഞ്ഞ് ഒരു കൽക്കട്ട എന്ന് പറഞ്ഞൊരു ലെറ്റർ തന്നിട്ട് അതിൻ്റെ പ്രിന്റ്, അന്ന് പെട്ടിയാണ് വലിയ പെട്ടി, കൊണ്ടുപോയിട്ട് ഞാൻ പോകുമ്പോൾ ട്രെയിനിൽ കൊണ്ടുപോയിട്ട് കാണിച്ചിട്ട് തിരികെ അയക്കാൻ പറയും. ആദ്യമായിട്ട് കാണുന്ന എന്ത് വിശ്വാസത്തിലാണ് പുള്ളി തരുന്നത്? അതാണ് എനിക്ക് അറിഞ്ഞൂടാത്തത്. ഒരു ഇതുമില്ല. അന്ന് ഞാൻ ഇൻവൈറ്റ് ചെയ്ത് ഇത് കണ്ടതിന് ശേഷം തിരികെ അയച്ചതിന് ശേഷം അന്ന് ഇൻവൈറ്റ് ചെയ്തു. അന്ന് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് അടൂർ ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹം പറഞ്ഞു, ഇഫ് യു ആർ കമ്മിങ് ഹിയർ ഇറ്റ് വുഡ് ബി ബ്ലെസ്സിങ് ഫോർ ദ കേരളൈറ്റ്സ്. അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹം അന്ന് ഫേമസ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം വന്നു. ഒരു 3 ദിവസം അദ്ദേഹത്തിൻ്റെ പെട്ടിയും ചുമന്നുകൊണ്ട് നടക്കാനുള്ള ഭാഗ്യമുണ്ടായി. പിന്നെ അദ്ദേഹം പറഞ്ഞ 2 വാക്കുകൾ എപ്പോഴും അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് 2 അത്ഭുതങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഒന്ന്, ആദ്യമായിട്ടൊരു കളർ സിനിമ എടുത്തപ്പോൾ സോനാർക്കല്ല എടുത്തപ്പോഴത്തേക്ക് കൽക്കട്ടയിൽ അതിനുള്ള ഫെസിലിറ്റി ഇല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ ഉള്ളൂ, കളർ ഫിലിം ഇല്ല. അങ്ങനെ ഒരു ഇതിൽ ഞാൻ ചെന്നൈയിലോട്ട് വരേണ്ടി വന്നു ഇതിൻ്റെ പ്രോസസ്സിങ്ങിന്. അപ്പോൾ ഇദ്ദേഹത്തിന് കാലുകൾ വളരെ നീളമുള്ള, അന്ന് അംബാസഡർ കാർ മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് സീറ്റിലേ ഇരിക്കും, ലെഫ്റ്റ് സൈഡിൽ കാല് നീട്ടിയിരിക്കണം. അംബാസഡറിലേ പറ്റൂ, വേറെ ഫിയറ്റൊക്കെ കൊണ്ടുപോയാൽ അദ്ദേഹത്തിന് കയറാൻ പറ്റില്ല. അപ്പോൾ അന്ന് ഈ 2 കാറേ ഉള്ളൂ, ഫിയറ്റും അംബാസഡറും. അപ്പോൾ അദ്ദേഹം ഫ്രണ്ടിലിരുന്നു. എന്നിട്ട് ട്രാഫിക്കിൻ്റെ ലൈറ്റ് വന്നപ്പോൾ നിന്നു. അപ്പോൾ ഇടതുവശത്തിരിക്കുകയാണ്. ഈ സൈഡിൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്നു നിന്നു. എന്നിട്ട് അന്ന് AC ഒന്നുമില്ല, ഗ്ലാസ്സൊക്കെ താത്തി. നിങ്ങൾക്ക് സത്യജിത്ര തന്നെ അട്ടോറിക്ഷക്കാരൻ ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു പടം പോലും ഇവിടെ റിലീസ് ചെയ്തിട്ടില്ല. അറിയാം. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ ഒരു നിമിഷമായിരുന്നു. 2ാമത് അത്ഭുതം തോന്നിയത് കേരളത്തിൽ വന്നപ്പോൾ ഈ ചർച്ചകൾ, വിമൻ ഹൗസ് വൈഫ്സിൻ്റെ ചർച്ചകളിലൊക്കെ പങ്കെടുത്തപ്പം ബംഗാളിലുള്ള ഹൗസ് വൈഫ്സിനേക്കാൾ കേരളത്തിലെ ഹൗസ് വൈഫ്സിന് എൻ്റെ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കി അറിയാം. ഇതൊരു വലിയ അത്ഭുതമാണ്. ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് നമ്മൾ കൊണ്ടുവന്നതിൻ്റെ, അതെ, ഈ ഉയർത്തിക്കൊണ്ടുവരുന്നതിലുള്ള ചെറിയൊരു പങ്ക്. അല്ല, മാത്രമല്ല അത്തരം സിനിമകൾ നമ്മുടെ ഇടയിലേക്ക് പ്രദർശിപ്പിക്കാനായിട്ട് അവരത് മാറ്റി. ഇപ്പം സൂര്യ തുടങ്ങുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന സൊസൈറ്റികളെ നോക്കിയാൽ അറിയാം, ആണുങ്ങൾ മാത്രമേ പോകൂ. ബട്ട് വി ഇൻസിസ്റ്റഡ് വിമൻ ഷുഡ് ഓൾസോ പാർട്ടിസിപ്പേറ്റ്. നല്ലൊരു സിനിമ വീട്ടിൽ വന്ന് ചർച്ച ചെയ്യണം, ഇവിടെ വീട്ടിൽ ആ രീതിയിലുണ്ടെങ്കിൽ അത് ആ സിനിമയ്ക്കൊരു ഇതാവൂ, അംഗീകാരമാവൂ. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അങ്ങനെ ആ വിമൻ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞപ്പം
ഇപ്പം നമ്മൾ ഏത് സിനിമ ഇട്ടാലും പകുതിയിൽ കൂടുതൽ സ്ത്രീകളാണ്. അതെ അതെ ദാറ്റ് ഇസ് എ റെക്കഗ്നേഷൻ. അതെ അതെ. സ്ത്രീകൾ വന്ന് അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയാനും ഒക്കെ ആയിട്ടുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ട്. അതുപോലെ തന്നെ ഈ മലയാളത്തിലെ 3 പ്രതിഭകൾ എന്ന് തന്നെ പറയാം. വൈക്കം മുഹമ്മദ് ബഷീർ, MT വാസുദേവൻ നായർ, അത് സുഗതകുമാരി. ഇവർ 3 പേരാണ് അങ്ങയുടെ ഗുരുനാഥന്മാരായിട്ട് കാണുന്നത്. എനിക്ക് ഇന്നും നയിക്കുന്നതും എല്ലാം അവരാണ്. അവര് പിടിച്ചിട്ടുള്ള ആ ഒരു എന്നിട്ട് അതിൻ്റെ സ്ട്രെങ്ത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാം ഈ 3 പേരും 3 വ്യത്യസ്ത സ്വഭാവമുള്ളവരും രീതിയിൽ എഴുതുന്നവരും ഒക്കെയാണ്. പക്ഷേ ഈ 3 പേരുടെ ഒരു ബലത്തിലാണ് ഇന്നും ഞാൻ ജീവിക്കുന്നത്. ഞാൻ അത് അങ്ങയുടെ ഈ സോണറ്റ് ലൂമിയർ ഫ്രഞ്ച് എൻ്റെ ആവിഷ്കാരം മലയാളത്തിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അല്ലേ, അതിൽ ആദ്യം ഞാൻ കാണുന്നത് അതല്ല കാണുന്നത് നീലവെളിച്ചം. നീലവെളിച്ചം അത് കനകക്കുന്നിലെ വന്നപ്പോഴത്തേക്ക് ബഷീറിന്റെ ആ മരമൊക്കെ വീഴുന്ന ശബ്ദമൊക്കെ നമ്മളെയൊക്കെ പ്രകമ്പനം കൊള്ളിക്കുന്ന തരത്തിൽ അത് ഇത്രയും ജനസമയം നേടുകയും ചെയ്തു. അത് അങ്ങ് ബഷീറിന് ഒരു ട്രിബ്യൂട്ടായിരുന്നു അല്ലേ? ഇതിനകത്ത് ആദ്യം ചെയ്തത് സ്ത്രീപർവം. അത് സുഗതകുമാരിയുടെ കവിതകളെ 2 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തതിൻ്റെ അതിനെ പറ്റിയിട്ടുള്ളതാണ്. ഇവിടെ പിന്നീട് അതുപോലെ സംഭവങ്ങൾ കേരളത്തിൽ നടന്നു. ഒരു പോസ്റ്റ്മാൻ്റെ മക്കള് അവര് അച്ഛനെയും അമ്മയും സഹായിക്കാനായിട്ട് ആത്മഹത്യ ചെയ്തു. കാരണം അവർക്ക് സ്ത്രീധനം കൊടുക്കാനുള്ള പൈസ ഇല്ലാതെ അവർ രാത്രി ഉറങ്ങാതെ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് 2 മക്കളും കൂടെ ചേർന്നൊരു തീരുമാനമെടുത്തു. അച്ഛനും അമ്മയ്ക്കും കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മൾ മരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്. ഇത് മനുഷ്യൻ്റെ ചങ്കിലാണ് കൊള്ളുന്നത്. അതിനെ വെച്ചിട്ട് ഞാനൊരു ഇത് ചെയ്തു. പിന്നെ അന്ന് എൻ്റെ അമ്മ മരിച്ച സമയമായിരുന്നു. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ അച്ഛനുള്ളപ്പോഴുള്ള അമ്മയല്ല നാട്ടുകാർ കണ്ടത്. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ ഒരു വിധവയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ കല്യാണമൊക്കെ വിളിക്കാൻ വന്നാൽ അവരിവിടെ വന്നിട്ട് കല്യാണം പറയുകയേ ഉള്ളൂ, വിളിക്കില്ല. അങ്ങനെയുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻ വരും. അമ്മ ഇതെല്ലാം സഹിക്കും. അപ്പോൾ നമുക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ഒരു പ്രയാസമുണ്ട്. അപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു പിറവി ഉണ്ടായത്. ഒരു സ്ത്രീ എങ്ങനെയാണ് അങ്ങ് മനസ്സിലാക്കിയെടുത്തത് ഇങ്ങനെ ഒരു അതേ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നമുക്കും ഇവിടെ പ്രാവർത്തികമാക്കാം? അത് എന്തുകൊണ്ടാണെന്നറിയില്ല. എനിക്ക് കുഞ്ഞുനാൾ മുതൽ ലൈറ്റിങ്ങിൽ വളരെ താല്പര്യമുണ്ടായിരുന്നു. ഒരു ഇരുട്ടിൽ ഒരു മെഴുകുതിരി കൊളുത്തി വെച്ചാൽ അത് കാണാൻ പറ്റും. നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോഴേ ഒരു ആന്ധ്രാപ്രദേശും എല്ലാം അതുവഴിയൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ ഇരുട്ടാണ്. പക്ഷെ അവിടെ ഒരു വീട്ടിൽ ഒരു ചെറിയ വെളിച്ചം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് ആദ്യമായിട്ട് ഇത് സ്ട്രൈക്ക് ചെയ്തത് എന്ന് എനിക്ക് ഈ ഒരു മീഡിയം എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. പിന്നെ ഒന്ന് ഈ നമ്മളെപ്പോഴും എൻ്റെ ഒരു മനസ്സിലുള്ളത് ഈ നേച്ചർ, പ്രകൃതി എന്നുള്ളതൊരു കഥാപാത്രമാണ്. പിന്നെ മനുഷ്യൻ്റെ മനസ്സും. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു പുതിയ ഇതുണ്ടാക്കണം, ഒരു പുതിയ കലാരൂപം ഉണ്ടാക്കണം എന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്ന പേരിലാണ് ആദ്യം അവതരിപ്പിച്ചതെങ്കിലും ഈയിടെ അന്തരിച്ച ശ്രീധരൻ എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ് പറഞ്ഞത് തിയേറ്റർ ഓഫ് ഫ്രീഡം എന്നുള്ള പേരിൽ ഇത് അറിയപ്പെടണം. അദ്ദേഹം പറഞ്ഞതിന് ശേഷം തിയേറ്റർ ഓഫ് ഫ്രീഡം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് എഴുതി വച്ചിട്ടുള്ള ചില ചട്ടങ്ങൾക്ക് അതിൽ നിന്ന് മാറി, അതിൽ നിന്ന് വെളിയിലായി, ബൗണ്ടറികൾക്ക് വെളിയിലായി ചില കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ഒരു പേരിട്ടത് തിയേറ്റർ ഓഫ് ഫ്രീഡം. 4-5 ഇതിൽ ഒരുപാട് ചെയ്തു. കഥാപാത്രം അതിപ്പോൾ ഈയിടെ ചെയ്തു. MTയുടെ കഥാപാത്രങ്ങളും എൻ്റെ കഥാപാത്രങ്ങളും കാണുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ അങ്ങേ റെപ്രസെന്റ് ചെയ്തിട്ട് അമ്മു എന്ന് പറഞ്ഞൊരു കഥാപാത്രം അത് എല്ലാത്തിലും ഉണ്ടാവും. അത് ആദ്യം മുതൽ എല്ലാത്തിലും അമ്മു എന്നെ റെപ്രസെന്റ് ചെയ്ത് ഉണ്ടാവും. ഇത് MTയുടെ കഥാപാത്രങ്ങൾ അദ്ദേഹം എഴുതിയിട്ട് 50-60 വർഷമായി. അവർക്ക് 60 വയസ്സ് ഇപ്പം കൂടി. ആ അവസ്ഥയിലുള്ള കഥാപാത്രങ്ങളെ എടുത്ത് എൻ്റെ കഥാപാത്രങ്ങൾ കാണുന്നതും സമാനമായ ദുഃഖം പങ്കുവയ്ക്കുന്നതുമാണ് സബ്ജക്റ്റ്. അതാണ് ഞാൻ ഏറ്റവും ഒടുവിൽ ചെയ്ത ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. അത് ടാഗോർ തിയേറ്ററിൽ കഴിഞ്ഞ സെപ്റ്റംബർ 1 വർഷം മുമ്പ് ചെയ്തു. അദ്ദേഹത്തെ പോയി വിളിച്ചു. അദ്ദേഹത്തിന് വരാനുള്ള അത്രയും പൈസയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് പോകാം, കോഴിക്കോട് അവതരിപ്പിക്കാം. അപ്പോഴും അദ്ദേഹം പറഞ്ഞു 5 മിനിറ്റ് കാണാം എന്ന് പറഞ്ഞു. വയ്യ, അത്രയ്ക്ക് വയ്യ. അത് നടന്നില്ല. യഥാർത്ഥത്തിൽ ഇത്തരം അവതരിപ്പിക്കുമ്പോൾ അങ്ങക്ക് കിട്ടുന്നത് ഈ സമ്പത്തല്ല, ഒരു കച്ചവടമല്ല എന്ന് പറയാം. പക്ഷേ ഇതിൽ നിന്ന് എന്താണ് അങ്ങ് നേടുന്നത്? ഇതിന്റെ പിന്നെ പ്രതിസന്ധികൾക്ക് എങ്ങനെയാണ്? എത്ര രൂപ കൊടുത്താലും കിട്ടാത്ത ഒരു തരം സന്തോഷമുണ്ട്. ഒരു ആൾക്കാരൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തിയുണ്ട്. നമ്മൾ ചെയ്യുന്നത് തെറ്റല്ല എന്ന് പറയുമ്പോഴേ
നമ്മൾ വലിയൊരു റിസ്ക് എടുത്ത ആളാണ് ജീവിതത്തിൽ. അങ്ങനെ ഒരു റിസ്ക് എടുക്കുമ്പോൾ യു ഹവ് ഡൺ ദ റൈറ്റ് തിങ് എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ അയാളുടെ വാക്കുകൾക്ക് വലിയ വിലയാണ്. അതുപോലുള്ള ഇതാണ് നമുക്ക് കിട്ടുന്നത്. അത് മുന്നോട്ട് നയിക്കും നമ്മളെ. എന്നെ ഈ വയസ്സിൽ എനിക്കിപ്പോൾ ആദ്യം ഞാൻ തുടങ്ങിയത് 50 വർഷങ്ങൾക്ക് മുമ്പാണ്. അതേ എനർജിയാണ് എനിക്കിപ്പോഴും. തീർച്ചയായിട്ടും അത് ഈ എനർജി തരുന്നത് ഈ ആൾക്കാരുടെ സ്നേഹമാണ്. ആൾക്കാരുടെ സ്നേഹമാണ്. ഇപ്പോൾ പലപ്പോഴും ഞാൻ നോക്കിയിട്ട് ഒരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു സിനിമ നടനോ നടിക്കോ, ഞാൻ പുറകെ പ്രവർത്തിക്കുന്നവരെ പറ്റി പറയുന്നില്ല, ഗ്ലാമറുള്ള നടിമാരും നടന്മാരും ഉള്ള അവർക്കൊക്കെ കൊടുക്കുന്ന പോലുള്ള ഒരു പ്രാധാന്യവും സ്നേഹവും ഒക്കെ തരുന്നുണ്ട്. ഇപ്പോൾ ഒരു ട്രെയിനിൽ പോകുമ്പോഴത്തേക്ക് സീറ്റെല്ലാം മാറി തരും. ഞാൻ ഇരിക്കില്ല, അത് വേറെ. പക്ഷേ എന്നാലും ആദ്യത്തെ എന്തിനു ചെയ്യണം? അല്ലേ? ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനോ വലിയ ആൾക്കാർ അങ്ങനെയുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ മാറിക്കൊടുക്കും. എനിക്ക് വേണ്ടി എന്തിനു മാറണം? അപ്പോൾ അങ്ങനെയുള്ള സ്നേഹം എന്നെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് ആൾക്കാർ. ഞാൻ ചില ദിവസങ്ങളിൽ ISROയിൽ നിന്ന് വരാൻ താമസിക്കുമായിരുന്നു അന്ന്. അപ്പോൾ ഈ ക്യൂ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോഴായിരിക്കും ഞാൻ വരുന്നത്. അവർ വീട്ടിൽ നിന്നുണ്ടാക്കിയ വടയോ ഏത്തയ്ക്കാപ്പോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രാവിലെ വർക്ക് ചെയ്യുന്നതല്ലേ, ഇത് കഴിക്കുമെന്ന് പറഞ്ഞു തരും. ഇത് തരുന്നത് എന്തൊരു, അത് എത്ര സൂര്യയുടെ ഫംഗ്ഷനാണ്. ക്യൂവിലാണ്, നമുക്ക് റിസർവേഷനൊന്നുമില്ല. അപ്പോഴായിരിക്കും ഞാൻ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അവർ പറയുന്നു രാവിലെ മുതൽ ഓഫീസ് ജോലി, നേരെ ഇങ്ങോട്ട് വന്നു, അപ്പോൾ ഇത് കഴിക്കൂ എന്ന് പറയും. നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ഒരു ഇത് സമൂഹത്തിൻ്റെ അംഗീകാരം അതവിടെ നിൽക്കട്ടെ. അങ്ങയുടെ മുറിവുകളിൽ അങ്ങ് എഴുതിയിട്ടുണ്ട് ഒരു പക്ഷേ, അതായത് എനിക്കറിയില്ല, അത് കലാപത്തിൽ വായിച്ചതാണോ, അതായത് ഒരു പത്മശ്രീ അവാർഡ് സംബന്ധിച്ച് ഒരു വിവാദമല്ല, അങ്ങയുടെ ഒരു വിഷമം എഴുതിയതും ഫസ്റ്റ് എഡിഷൻ വന്നപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും സൂര്യകൃഷ്ണമൂർത്തി പത്മശ്രീ ജേതാവ് എന്നൊക്കെ പറഞ്ഞ് വന്നു. പക്ഷേ രാവിലെ പത്രം വന്നപ്പോഴത്തേക്ക് അതില്ല എന്നും, അത് വളരെ നിരാശനായി അങ്ങ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴത്തേക്ക് അങ്ങേ ഒരു ചെഷയർ ഹോമിലേക്ക് ഒരു സുഹൃത്ത് വിളിച്ചുകൊണ്ട് പോകുന്നത്. അത് ഇതിനകത്ത് ഞാൻ ആ സമയത്തൊക്കെ ഇത് വന്നു കഴിഞ്ഞു, ടെലിവിഷൻ വന്നു കഴിഞ്ഞു. അപ്പം ഇതിൻ്റെ ലിസ്റ്റിൽ ഇങ്ങനെ സ്ക്രോളിങ് പോവുകയാണ്, അനൗൺസ് ചെയ്യുകയാണ് അവരെൻ്റെ പേരും എല്ലാം കൂടെ അനൗൺസ് ചെയ്യുകയാണ്. അപ്പം വലിയ സന്തോഷമായിരുന്നു. അപ്പം ഞാൻ രാവിലെ എണീറ്റ് ഇവിടെ പോകും, റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ പത്രങ്ങളും കിട്ടും. അത് വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് രാത്രി 8 മണി 9 മണിക്ക് മുമ്പ് അടിക്കുന്ന പത്രങ്ങളിലെല്ലാം എൻ്റെ പടമുണ്ട്. അത് കഴിഞ്ഞിട്ട് ലേറ്റ് എഡിഷൻസ് ഉണ്ട്, അത് 12 മണിക്കാണ് അടിക്കുന്നത്. കേരള കൗമുദിയാണ് അന്നത്തെ ഏറ്റവും ലീഡിങ്. മാതൃഭൂമിയൊന്നും വന്നിട്ടില്ല, അത്ര ആയിട്ടില്ല അന്ന് ആ കാലത്ത്. അതിൽ എൻ്റെ പേരില്ല. അപ്പോൾ എനിക്കത് പിന്നെ വന്ന് TV നോക്കുമ്പോഴും എൻ്റെ പേരില്ല. അപ്പോൾ ഞാനിത് ഒരിക്കലും എനിക്ക് ഒരു നാണക്കേടുമില്ല പറയാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നത് തന്നെയാണ്. അത് എന്നെ വല്ലാണ്ട് വിഷമിപ്പിച്ചു. ഞാൻ പിന്നെ വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങിയില്ല 1-2 ദിവസം. വല്ലാണ്ട് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്നൊക്കെ ആയിപ്പോയി. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ലേഡിയാണ്, ഷീ ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എ നൺ. അവർക്ക് കിട്ടുന്ന പൈസ എല്ലാം പള്ളിയിൽ കൊടുത്ത് പള്ളിയിൽ ഇത് ചെയ്യുന്ന ആളാണ്. എൻ്റെ അടുത്ത എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഈ രീതിയിൽ സംസാരിക്കുന്നതോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആദർശങ്ങൾ പകർന്നതൊക്കെ പെൺകുട്ടിയാണ്. എന്നെക്കാൾ പ്രായം കുറഞ്ഞാണ്. എനിക്ക് 2 ഗുരുക്കന്മാരുണ്ട് എൻ്റെ പ്രായത്തിനേക്കാൾ കുറഞ്ഞവർ. അന്ന് യോഗ ബ്രഹ്മകുമാരീസിലെ മിനി സിസ്റ്ററും ഈ പറഞ്ഞ ആളും. അപ്പോൾ ഞാനെന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, സെനറ്റ് ഹാളിൻ്റെ അവിടെ കുമാരനാശാൻ്റെ സ്റ്റാച്യൂവിൻ്റെ അവിടെ വരാൻ പറഞ്ഞു. അവൾ പറഞ്ഞു നമ്മൾ അനുസരിക്കുകയേ ഉള്ളൂ, എന്ത് എന്ന് ചോദിക്കില്ല. ചില വൈക്കം മുഹമ്മദ് ബഷീറോ MTയോ അല്ലെങ്കിൽ സുഗതകുമാരിയൊക്കെ പറഞ്ഞാൽ എന്തിനെന്ന് ചോദിക്കുന്ന ഒരു പതിവ് പറ്റൂല നമുക്ക്. അവിടെ അനുസരിക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾ സ്കൂട്ടറിൽ വെയിറ്റ് ചെയ്യാണ്. ഞാൻ ഓട്ടോയിലാണ് പോയത്. സ്കൂട്ടറിൻ്റെ പുറകെ കയറാൻ പറഞ്ഞു. എന്നിട്ട് താഴോട്ട് ഒരു ലൈനുണ്ട്, അവിടെ മദർ തെരേസ നടത്തുന്ന ഒരു കോൺവെൻ്റ് ഉണ്ട്. ആ മദർ തെരേസ നടക്കുന്ന കോൺവെൻറ്റിനകത്തോട്ട് ഒരു അക്ഷരം എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അകത്തോട്ട് കയറാൻ പറഞ്ഞു. കൈ കൊണ്ട് കയറി. ഞാൻ കയറി. ഷി വാസ് ഓൾസോ ദെയർ. എന്നിട്ട് ഒരു റൂമിൽ ചെന്ന് വലിയൊരു ഹോളാണ്. അതിൽ ഹോളൊരു 30-40 തൊട്ടിലുകളുണ്ട്. അതായത് ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തുന്ന 30-40 കുഞ്ഞുങ്ങൾ കരയുന്നുണ്ട്. ഈ സിസ്റ്റേഴ്സ് ഒരു കുഞ്ഞ് കരച്ചിൽ കഴിയുമ്പോൾ വേറെ തുടങ്ങും. അപ്പോൾ അവരെയൊക്കെ സ്നേഹമായിട്ട് പാല് കൊടുക്കുന്നു, ടോയ്സ് കൊടുക്കുന്നു, ഫാരക്സ്, അമൂല് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മാറി കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ നടക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ കുട്ടി ഒരു തൊട്ടിലിൻ്റെ മുന്നിൽ നിന്നു. അവൾ വരുന്നില്ല. എൻ്റെ അടുത്ത് നടന്ന് കാണാൻ പറഞ്ഞെങ്കിലും
ആ കുട്ടി അവിടെ നിൽക്കാൻ പറഞ്ഞു. ഒടുവിൽ ഞാൻ ആ കുട്ടിയുടെ അടുത്തോട്ട് ചെന്നു, ആ തൊട്ടിലിൻ്റെ അടുത്തോട്ട് ചെന്നു. അപ്പോൾ ഒരു നല്ല ഓമനത്തുള്ള ഒരു കുട്ടിയാണ്. ഈ ഫെനലിന് എന്താ പറയുക, ഒരു പുതപ്പ് പോലത്തെ വെള്ള കമ്പിളി പോലത്തെ ഒരു ഇതിൽ പുതച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് നേരം നോക്കാൻ പറഞ്ഞു. മുഖത്ത് നല്ല ഐശ്വര്യമുള്ള ചൈതന്യമുള്ള മുഖം. എന്നിട്ട് അവൾ 4 മാസം പ്രായമുള്ളൂ, അത്രയൊക്കെ വരുള്ളൂ, അത്രയൊക്കെ വരും. ഇവളെ പെട്ടെന്ന് ഈ പുതപ്പെടുത്ത് മാറ്റി. അതിന് 2 കൈയും 2 കാലും ഇല്ല, പെൺകുട്ടിയാണ്. അപ്പോൾ ഒന്നും പറഞ്ഞില്ല അവൾ, ഇത്രേ ചെയ്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കുട്ടിക്ക് ഇപ്പം നോക്കാൻ ആളുണ്ട്. വളർന്നു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി എങ്ങനെ ജീവിക്കും, ആർക്ക് സഹായകം? 2 കൈയും 2 കാലും ഇല്ലാത്ത ഈ പെൺകുട്ടി എങ്ങനെ ജീവിക്കും? അപ്പോൾ അതിനകത്ത് ഓരോ കുട്ടികളുടെയും പേരെഴുതി തൂക്കിയിട്ടുണ്ട്. സ്റ്റെഫി എന്നാണ് പേര്. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞ്. അന്ന് കരഞ്ഞപ്പോൾ എനിക്ക് എല്ലാ ഉത്തരവും കിട്ടി. അവളൊരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഈ അവാർഡ് കിട്ടാത്ത നിരാശയിലാണ് അവിടെ പോകുന്നത്. എനിക്കപ്പം ഞാനപ്പം കരുതി നിസ്സാരമായ ഒരു അവാർഡ് കിട്ടാത്തതിന് ഞാൻ വിഷമിക്കുന്നു. ഇവളുടെ ജീവിതമാണ് അവളുടെ ഒന്നുമില്ലാതെ കിടക്കുന്നത്. അന്ന് മുതൽ ഞാൻ ഈ അവാർഡിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അന്ന് മുതൽ വരുന്നെങ്കിൽ വരും, അല്ലാതെ എനിക്കൊരു നിരവധി പുരസ്കാരങ്ങൾ കേരളശ്രീ ഉൾപ്പെടെ എല്ലാം കിട്ടി, ഒരുപാട് കിട്ടി. 250 ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടി. അത് ഇൻ്റർനാഷണൽ നാഷണലും കിട്ടി. പക്ഷെ ഞാൻ അതിനു വേണ്ടി അമിതമായ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. ഈ ഒരു പാഠം എന്നെ കരയാനായിട്ട് അനുവദിക്കുകയായിരുന്നു. കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഐ വാസ് ഓൾ റൈറ്റ്. ഇതാണ്. പിന്നെ ഞാൻ ഈ കുട്ടിയെ കാണാൻ പോകുമായിരുന്നു ഫ്രീക്വൻ്റ് ആയിട്ട്. എനിക്ക് കിട്ടുന്ന, ഞാൻ ഈ എഴുത്തിനെടുത്തുമ്പോൾ പൈസ കിട്ടും. ആ പൈസ എല്ലാം കൊണ്ട് അമൂല്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ പോകും. അത് കൊടുക്കും, അവിടെ കൊണ്ടു കൊടുക്കും. എന്നിട്ട് ഈ കുട്ടിയെ എപ്പോഴും ചെന്ന് കാണും. ഒരു ദിവസം പോയപ്പം ആ കുട്ടിയില്ല. ചോദിച്ചും പറഞ്ഞ് ബ്രിട്ടനിലെയോ ഫിൻലാൻഡിലെയോ എവിടെയോ ഉള്ള പാരൻസ് അതിനെ ദത്തെടുത്തു. അതോടെ ആ സ്റ്റെഫിയുടെ എപ്പിസോഡ് കഴിഞ്ഞു. പക്ഷെ അവൾ എൻ്റെ ജീവിതത്തിൽ പകർന്നു തന്ന പാഠം എന്ന് പറയുന്നത് വലുതാണ്. ഈ അതുപോലെ തന്നെ ഈ കുടുംബജീവിതത്തെ നമുക്ക് ഈ കലാജീവിതമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ ശ്രദ്ധിക്കാൻ സമയം കിട്ടണമെന്നില്ല, അത് വൈഫിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന സമയം കിട്ടണമെന്നില്ല. അത് ഈ ബാധിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ? ആദ്യം അവരുടെ അക്സെപ്റ്റൻസ് കുറവായിരുന്നു. ക്രമേണ അവർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതാണ്. അത് ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഏതൊരു ഫാമിലിയിലാണെങ്കിലും അങ്ങനെ ഒരെണ്ണം ഉണ്ടാകാം. ഒരു ശമ്പളമില്ലാത്ത ഒരു അവസ്ഥയിലോട്ട് വരികയാണ്. ഒരു പൈസയും വരുമാനമില്ല. ഞാൻ ആരുടെ ഒന്നും പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ദൂരദർശനോ അങ്ങനെയുള്ള ഇതിൽ തന്നെ അവർ അയച്ചു തരുന്ന ചെക്ക് അവർക്ക് തന്നെ കൊടുക്കുകയാണ്. ഞാൻ വാങ്ങിച്ചിട്ടേ ഇല്ല ഒരു പൈസ. അവാർഡിനോടൊപ്പം പൈസ ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. കാരണം എൻ്റെ കല ഞാൻ പൈസയായിട്ട് ബന്ധപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഗോഡ് ലുക്ക്ഡ് ആഫ്റ്റർ മീ, അതാണ് സത്യം. ഈ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച് വലുതായി. എനിക്ക് മോള് തന്നെയാണ് അങ്ങ് ആദ്യമായിട്ട് സൂര്യ എന്ന് വിളിക്കുന്നത്. എന്നെ ആദ്യമായിട്ട് അവളാണ് വിളിക്കുന്നത്. അവളെ ഒരു ദിവസം എന്തോ ഒരു ചോക്ലേറ്റ് എന്തോ വാങ്ങിച്ചിട്ട് വരണമെന്ന് പറഞ്ഞിരുന്നു. അത് മറന്നുപോയി ഞാൻ വാങ്ങിക്കാൻ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവൾ കയ്യിൽ നോക്കിയപ്പോൾ ഒന്നുമില്ല. എന്നിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് സൂര്യകൃഷ്ണമൂർത്തി എന്ന് വിളിച്ചവൾ. അവളാണ് ആദ്യമായിട്ട് എന്നെ കുഞ്ഞായി. പേര് യഥാർത്ഥ പേര് നടരാജ് എൻ കൃഷ്ണമൂർത്തി. നടരാജ് എന്ന ഫാദറിൻ്റെ പേരാണ്. അതിലും എനിക്ക് നടരാജൻ കലയുടെ ദൈവമാണ്. അമ്മ സരസ്വതിയാണ്, അതും കലയുടെ ദൈവമാണ്. അപ്പോൾ ഇവളാണ് ആദ്യം സൂര്യ കൃഷ്ണമൂർത്തി എന്ന് വിളിച്ചതും പിന്നെ പത്രങ്ങളും നാട്ടുകാരും വിളിക്കുക. ഇപ്പോൾ എൻ്റെ ഒറിജിനൽ പേര് ആർക്കും അറിയില്ല. അതുപോലെ തന്നെ അങ്ങയുടെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങയുടെ മകളുടെ വിവാഹ ക്ഷണക്കത്തെന്ന് പറയാൻ പറ്റത്തില്ല, അത് അറിയിപ്പെന്നുള്ള രീതിയിലാണ്. അത് വളരെ ഒരു നോവൽ ഐഡിയ ആയിരുന്നു. ഒരു തരി സ്വർണ്ണമില്ലാതെ, അതും ഇവിടെ വെച്ച് തന്നെ ഇവിടെ വെച്ച് ആൾക്കാർ പൂജാമുറി വെച്ചായിരുന്നു കല്യാണം. അല്ലല്ല, അതിൽ ഒരുപാട് പേര് പങ്കെടുക്കുകയും ചെയ്തു. ആരെ അറിയിച്ചിട്ട് ക്ഷണിച്ചിട്ട് 4 ദിവസം ഞാൻ പറഞ്ഞു ആൾക്കാർ വന്ന് അനുഗ്രഹിക്കണം, വേറെ ഒന്നും പാടില്ല. ഇവിടെ ഞങ്ങൾ ഒരു ഗണപതി വിഗ്രഹവും പായസവും കൊടുത്തു എല്ലാം വരുന്നവർക്കെല്ലാം. അല്ല, എൻ്റെ മകൾ വിവാഹിതയാൻ പോവുകയാണ് അല്ലേ, നന്ന അനുഗ്രഹിച്ചാൽ വളരെ. ആർഭാടങ്ങളൊന്നുമില്ല, കല്യാണ മണ്ഡപമില്ല, ഒരു തരി പൊന്നു പോലും ഇല്ല, സ്ത്രീധനം ഒന്നുമുള്ള കല്യാണമല്ല, വന്ന് അനുഗ്രഹിക്കണം, അതാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇവിടെ പൂജാമുറിയിൽ വെച്ചായിരുന്നു കല്യാണം. എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന പീർ മുഹമ്മദ് സാറ് ഇവിടെ തന്നെ താമസിക്കും, തൈക്കാട് തന്നെയാണ്, മരിച്ചുപോയി. സാറ് ഒരാൾക്ക് മാല എടുത്ത് കൊടുത്തു, സുഗതകുമാരി മറ്റൊരാൾക്ക് മാല എടുത്ത് കൊടുത്തു. അതിനകത്ത് വെച്ച് ഞാനും വൈഫും എൻ്റെ മോനുണ്ട്
ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കല്യാണം എന്ന് പറയുന്നത് ഇതിനകത്ത് വെച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ദിവസങ്ങളിലെല്ലാം ഈ രണ്ടുപേരും ഇവിടെ ഇരുത്തി വരുന്നവരെല്ലാം അനുഗ്രഹിച്ചു. എല്ലാവരും വന്നു. എല്ലാ മുഖ്യമന്ത്രിയും, അന്നത്തെ മുഖ്യമന്ത്രി, പിന്നെ അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി സാർ, എല്ലാവരും എത്തി. അതിങ്ങനത്തെ ഒരു കല്യാണം കൂടെ ആയതുകൊണ്ട് അവർ മിക്കവാറും എല്ലാവരും വന്നു. അതൊരു നല്ലൊരു സന്ദേശം കൂടി സമൂഹത്തിന് നൽകായിരുന്നല്ലേ, കല്യാണം പറഞ്ഞാൽ നമുക്ക് ഇത്രയും മതി എന്നുള്ള കാര്യം കൂടി. പിന്നെ ഒരു തരി സ്വർണം അവൾക്ക്, അങ്ങനെ ഒരു സ്വർണവും കല്യാണവും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ, അത് എന്തിനെന്നുള്ളത് തന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്. ഈ സ്വർണം തന്നെയല്ലേ ഞാൻ കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ അതിൽ കൂടുതലൊരു സ്വർണം ഇല്ലല്ലോ. എന്നെ സംബന്ധിച്ചോളം അവളാണ് സ്വർണം. അത് വേറൊരു കാര്യം കൂടെ, ഈ സ്വർണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇവിടെ ഇപ്പം ഗണപതി വിഗ്രഹങ്ങൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. അത് ഒരു നിമിത്തം പോലെ വന്നു ചേർന്നാണെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട് കഥകൾ. ആദ്യം ഒരു പാഴ്സൽ ഒരു ഗണപതി വരുന്നു, പിന്നെ അതിൽ നിന്നും ഗണപതികൾ ഇപ്പോൾ ഒരുപക്ഷെ ലോകത്തുള്ള എല്ലാ ഗണപതി രൂപങ്ങളുടെയും പ്രതിച്ഛായ അല്ലെങ്കിൽ അതിൻ്റെ റിപ്ലിക്ക ഉണ്ടാവും. പക്ഷേ ഇതിൽ കൂടുതൽ അതെന്താണ് അതൊരു ആശയത്തിലേക്ക് അങ്ങനെ ഒരു വന്നത്? ഒരു സമയത്ത് 10-25 കൊല്ലം മുമ്പ് ഈ ഗണപതികൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ഒരുപാട് ഗണപതികൾക്ക് വരാൻ തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യം ഉള്ളിൽ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഉത്രാടം തിരുനാൾ മഹാരാജ് അദ്ദേഹം എന്നെ വിളിച്ച് പാലസിലോട്ടൊന്ന് വരാൻ പറഞ്ഞു. പാലസിൽ വരും. അപ്പോൾ എനിക്കെന്നാൽ ഞാൻ ജോലിയൊക്കെ ആയിട്ട് എനിക്കൊരു മാരുതി കാറുണ്ട്, ഫസ്റ്റ് എഡിഷൻ, ആദ്യത്തെ കാറുണ്ട്. ഞാൻ അതിലാണ് പോയത്. അപ്പോൾ എനിക്കൊക്കെ ഇപ്പോഴും ഈ പാലസിൽ പോകുമ്പം ആദ്യത്തെ മുറി കഴിഞ്ഞ് അകത്തോട്ട് പോകാനുള്ളൊരു അനുവാദമില്ല. അത് അവർക്ക് അവരുടേതാണ്. അത് ഞങ്ങളെപ്പോലുള്ളവർക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല. പഴയ അന്തപുരത്തിലേക്ക് കടക്കാൻ പറ്റില്ല. വെളിയിലൊക്കെ ഇരിക്കുന്നത് അങ്ങനെ കണ്ടിട്ടുള്ളൂ. അന്ന് പോയപ്പോഴത്തേന് അകത്തോട്ടാണ് വിളിച്ചോട്ട് പോയത്. അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിൽ കൊണ്ടുപോയി. എന്നിട്ട് എന്നെ അവിടെ ഇരുത്തിയിട്ട് ഇദ്ദേഹം വളരെ വിശദമായ ഒരു പൂജ നടത്തി. ഒരു ഗണപതി വിഗ്രഹത്തിൻ്റെ മുമ്പിൽ വളരെ വിശദമായ, നല്ല വെയിറ്റുള്ളതാണ്. പൂജ കഴിഞ്ഞിട്ട് അദ്ദേഹം ആ വയസ്സിൽ ഇതെങ്ങനെ പൊക്കിയെന്ന് എനിക്ക് അറിയില്ല. അത് പൊക്കി എൻ്റെ കയ്യിൽ തന്നിട്ട് പോകാൻ പറഞ്ഞു. ഒരു ഡയലോഗും ഇല്ല. അപ്പം ഞാൻ കാറിൻ്റെ സൈഡിൽ ഇത് വെച്ചിട്ട് ഓടിച്ച് ഇവിടെ വന്നപ്പം അന്ന് ലാൻഡ് ഫോണാണ്. അപ്പോൾ അമ്മ പറഞ്ഞു തമ്പുരാൻ വിളിച്ചിരുന്നു, ഉടനെ തിരികെ വിളിക്കണം. അപ്പോൾ ഞാൻ ഉടനെ തിരികെ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ തന്നത് സ്വാതി തിരുനാൾ പൂജിച്ചിരുന്ന ഗണപതിയാണ്, ആ കാലഘട്ടത്തിലുള്ളതാണ്. ഇത് ഷോക്കേസിൽ വയ്ക്കാനുള്ളതല്ല, പൂജിക്കാനുള്ളതാണ്. എന്നും നൈവേദ്യവും ദീപാരാധനയും കാണിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരുപാട് വളർച്ചയുണ്ടായിട്ടുണ്ട് എൻ്റെ മനസ്സിനും പ്രയത്നത്തിനും. ഇപ്പോഴും അത് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിതിലെന്തോ ബന്ധമുണ്ട്, തീർച്ചയായിട്ടും ഇതിലെന്തോ ബന്ധമുണ്ട് ഗണപതിയുമായിട്ട്. പിന്നെ ഞാൻ ഒരുപാട് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അത് പലരും ഇപ്പോഴും പറയുന്നില്ല, എന്തുകൊണ്ടാണെന്നറിയില്ല. പക്ഷേ ഞാൻ മിക്ക പ്രസംഗങ്ങളിലൊക്കെ ഞാൻ ഇത് പറയാറുണ്ട്. സൂര്യനും അഗ്നിയും ഗണപതിയും ഒന്ന് തന്നെയാണ്. ഒന്ന് തന്നെയാണെന്ന് നമുക്ക് സൂര്യനും അഗ്നിയും ഗണപതി നിങ്ങൾ നോക്കിയാൽ അറിയാം. നമ്മൾ സൂര്യനില്ലാതെ ഒരു യാഗമോ പൂജയോ നടക്കാൻ പറ്റത്തില്ല, ഗണപതി ഇല്ലാതെ പറ്റില്ല, അഗ്നി ഇല്ലാതെ. പിന്നെ ഇവരുടെ പര്യായങ്ങൾ നോക്കിയാൽ സൂര്യൻ്റെയും ഗണപതിയുടെയും ഇവരുടെ പര്യായങ്ങൾ നോക്കിയാൽ സെയിമാണ്, ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ വേദങ്ങളെ നോക്കുമ്പോഴത്തേക്ക് ഇത് മൂന്നും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വേറൊരു അത്ഭുതം ഒരു ഇതുള്ളത് എന്താ വെച്ചാൽ, അത് എൻ്റെ ISROയിലെ ഫോട്ടോഗ്രാഫർ ഒരു അസ്ട്രോളജർ കൂടെ ആയിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് നക്ഷത്രം ചോദിച്ചു, ഉത്രം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നമുക്ക് മനുഷ്യർക്കുള്ളതുപോലെയുള്ള നക്ഷത്രം ഈ ഇവർക്കുമുണ്ട്, പ്ലാനറ്റ്സിനുമുണ്ട്. സൂര്യൻ്റെ നക്ഷത്രം ഉത്രമാണ്. അപ്പോൾ അത് കണക്ഷനുണ്ട്. അതുമാത്രമല്ല, നമ്മളിവിടെ ഈ ഫ്രണ്ടിലൊരു ലോൺ ഉണ്ടാക്കാൻ വേണ്ടി കുഴിച്ചു. ഇവിടെ വീട്ടിൻ്റെ മുമ്പിൽ കുഴിച്ചപ്പം ഗണപതി വിഗ്രഹം കിട്ടി. അറിയുന്നു, ഗണപതി വിഗ്രഹങ്ങൾ കിട്ടി. ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നിരിക്കാം പണ്ട്, സെഞ്ച്വറീസ് ബാക്ക്. അത് ഉത്രം തന്നെയാണ് അയ്യപ്പൻ്റെ നക്ഷത്രം. ഞാൻ അന്ന് തന്നെയാണ് ജനിച്ചത്. ആണോ? ആ ദിവസം തന്നെയാണ് പൈങ്കുനി ഉത്രം. അന്ന് തന്നെയാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ എന്തോ ഒരു തീരുമാനം ദൈവത്തിൻ്റെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇവിടുത്തെ നോക്കിയാൽ അറിയാം. ആരെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവരുന്നതാണ് കൂടുതൽ, അല്ലെങ്കിൽ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോഴത്തേക്ക് അവർ തരുന്നതാണ് കൂടുതൽ. ഇവിടെ ഇല്ലാത്തതേ വരൂ. പിന്നെ അതുപോലെ തന്നെ സൂര്യകൃഷ്ണപുരത്തിൻ്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് കൈ മടക്കി വെച്ചിട്ട് എപ്പോഴും ഒരു തൊപ്പി വെച്ച്
മുമ്പ് തൊപ്പി വെക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം കാണുമ്പോൾ ഓർമ്മ മുടി ഇങ്ങനെ പറത്തി കൈകൊണ്ട് ഇങ്ങനെ ചീകാതെ വെച്ചിട്ട് ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇതെന്ത് കലാകിരീടം തന്നെയാണ്, എന്താണ്? അങ്ങനെയൊന്നുമില്ല, തലയ്ക്കകത്തൊന്നുമില്ല, വെളിയിലൊന്നുമില്ല എന്നുള്ള ആരും അറിയണ്ട എന്നുള്ള അത്രയേ ഉള്ളൂ. പക്ഷെ അതൊരു ഐഡന്റിറ്റി ആയി മാറിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. അതെ, എവിടെ പോകണമെങ്കിലും അങ്ങനെ ഒരു രീതിയായി പോയി. ഈ മടക്കി വെച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ ഇൻകംപ്ലീറ്റ് പോലെ തോന്നുന്നു. ഹാഫ് ഷർട്ട് ആണെങ്കിലും ഇത് മടക്കി വെച്ചില്ലെങ്കിൽ ഐ ഫീൽ ഇൻകംപ്ലീറ്റ്. വീണ്ടും അവസാനത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നത്, സൂര്യ കൃഷ്ണമൂർത്തി എന്ന പേരില്ലാതെ വെറും എൻ കൃഷ്ണമൂർത്തി ആയിട്ട് ISRL നിന്ന് പടിയിറങ്ങി അങ്ങ് ഒരു സങ്കല്പം ഉണ്ടായിരുന്നു, ഞാൻ കലയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയാണ്. ഏകദേശം നടന്ന് അവിടെ വരെ എത്താനുള്ള സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇത്. ഞാൻ പടിയിറങ്ങുന്നത് സൂര്യകൃഷ്ണ ആത്മൂർത്തിയായിട്ട് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് അപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു അല്ല ഈ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് തുടങ്ങാനുള്ള ഒരു എന്താ പറയുക എൻകറേജ്മെൻറ്റ്, പ്രോത്സാഹനം തന്ന അബ്ദുൽ കലാമാണ്. അദ്ദേഹം കലാകാരനായതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ തൊട്ട് താഴെ ഉള്ള ആൾ PN സുബ്രഹ്മണ്യം, അദ്ദേഹം വളരെ വലിയൊരു പണ്ഡിതനാണ്. CR സത്യ വലിയ പണ്ഡിതൻ, ഇവിടുത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒറ്റക്കൽ മണ്ഡപത്തിനെ പറ്റി ലേഖനം എഴുതി അവാർഡ് കിട്ടിയ ആളാണ്. അത് എങ്ങനെയായിരിക്കും, അത് തിരുമലയിൽ നിന്നാണ് കൊണ്ടുവന്നത്, ഒറ്റക്കൽ മണ്ഡപം, അതിൻ്റെ കല്ല് അത് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്തതെന്നുള്ളത് ഒരു സയൻറ്റിസ്റ്റ് എന്നുള്ള രീതിയിലും ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും അദ്ദേഹം എഴുതിയ ബുക്കാണ് സെൻറ്റിനൽസ് ഓഫ് ഗ്ലോറി എന്ന് പറഞ്ഞ്. കന്നഡക്കാരനാണ്. അപ്പോൾ എൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന എല്ലാവരും കലയുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ ആദ്യത്തെ മീറ്റിങ്സൊക്കെ അവിടെ വെച്ച് തന്നെയായിരുന്നു. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. അങ്ങനെ ഒരു എൻകറേജ്മെൻറ്റ് അന്ന് കിട്ടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ പിന്നെ തുടങ്ങാൻ പറ്റും. സയൻറ്റിഫിക് സ്ഥാപനത്തിൽ അവരത്ര എൻകറേജ് ചെയ്തിരുന്നു തന്നെ. അതുപോലെ തന്നെ ഈ പാവപ്പെട്ട കുറേ കലാകാരന്മാർക്ക് ഒരു ജീവിതം നൽകാനായിട്ടുള്ള, അവർക്കൊരു എക്സ്പോഷർ നൽകാനായിട്ടും കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സംതൃപ്തി ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഈ കോവിഡ് സമയത്ത് നമ്മൾ ഒരുപാട് ഫാമിലീസിന് 1500 രൂപ വെച്ച് കൊടുക്കുമായിരുന്നു. അത് എങ്ങനെ കൊടുക്കുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ നെല്ലിക്ക വരുത്തിയിട്ട് തേനും ഇട്ട് ഈ നെല്ലിക്കയിൽ ഇങ്ങനെ കുത്തി ഹോൾസ് ഉണ്ടാക്കി അതിനകത്ത് സോക്ക് ചെയ്ത് 3-4 ദിവസം കഴിഞ്ഞ് ഫെറോറോ റോഷ് എന്ന് പറഞ്ഞൊരു ചോക്ലേറ്റ് ഉണ്ട്, അതുപോലെ നമ്മൾ റോൾ ചെയ്ത് അതേപോലത്തെ ബോക്സിലാക്കി വിറ്റു. നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടി. എല്ലാവർക്കും ആ കോവിഡ് സമയം മുഴുവൻ 1500 രൂപ വെച്ച് കൊടുത്തു. ഗുരുപൂജ കൊടുക്കാറുണ്ട് ഇപ്പോഴും. ഒരു ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ നിൽക്കുന്ന പരിപാടികളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു ഗുരു ദക്ഷിണ എന്നുള്ള രീതിയിൽ പൈസ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനേക്കാളൊക്കെ വലുത് നമ്മൾ ഇവിടെ ഒരു തിയേറ്റർ കെട്ടാനുള്ള കാരണം, ഈ തിയേറ്റർ കെട്ടാനുള്ള കാരണം ഞാനൊരു അരങ്ങേറ്റത്തിന് പോയി. വലിയ പണക്കാരൻ അച്ഛനും അമ്മയും ഉള്ള ആ ഒരു കുട്ടിയുടെ അരങ്ങേറ്റത്തിന് പോയി. ഞാൻ അവിടുത്തെ ഗസ്റ്റായിരുന്നു. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് വെൽക്കം ഡ്രിങ്ക്, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ പരിപാടികൾ, ആൾക്കാർക്കെല്ലാം ഗുരുക്കന്മാർക്കൊക്കെ സാരിയൊക്കെ കൊടുക്കുന്നു. നമുക്കുള്ള ഇൻവിറ്റേഷൻ കാർഡ് തന്നെ വലിയ എക്സ്പെൻസീവാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വലിയ ആ 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു വലിയ ഡിന്നറും ഒക്കെ അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഒരു പാർട്ടികളിലും പോവില്ല. എന്നെ ഒരു പാർട്ടികളിലും ആരും കണ്ടു കാണില്ല. ഞാൻ പാർട്ടികളിൽ പോവുകയില്ല. അപ്പോൾ ഞാൻ അത് അവോയ്ഡ് ചെയ്ത് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഇവളുടെ കൂടെ പഠിക്കുന്ന 3-4 പെൺകുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ പോരെ, അവർ വോളണ്ടിയേഴ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കുന്നില്ല, ഞാൻ പോരാം. അതിനിടയിൽ ഞാൻ ഒരു കുട്ടിയുടെ അടുത്ത് അവളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, പാവപ്പെട്ട വീട്ടിലെ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ മകളാണ്, അവളോട് ചോദിച്ചു നിൻ്റെ അരങ്ങേറ്റം എന്നാണ്, നീ എന്നെ വിളിക്കുമോ ചോദിച്ചു. അപ്പോൾ അവൾ എൻ്റെ പറഞ്ഞ ഉത്തരം, ഞങ്ങളൊന്നും അത് സ്വപ്നം കാണാൻ പാടില്ലല്ലോ. മനസ്സിനകത്ത് കുത്തി കയറുന്ന വാക്കുകളായിരുന്നു. അന്നാണ് ഈ തിയേറ്റർ തുടങ്ങിയതും ലൈറ്റും സൗണ്ടും തിയേറ്ററും റിഹേഴ്സൽ സ്പേസും എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുക. ആർക്കെങ്കിലും അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി, ഒരു പൈസ ഇല്ല. ഇലക്ട്രിസിറ്റി ഇല്ല, ഇലക്ട്രിസിറ്റി മാത്രം കൊണ്ടുവന്ന് ചെയ്യണം. ജനറേറ്റർ കൊണ്ടുവരണം, അത് നമുക്ക് ഇല്ല. അങ്ങനെ നിരവധി കലാകാരന്മാരെ മേൽത്തട്ടിലേക്ക് എത്തിക്കാൻ കഴിയും. അത് ഇവരിപ്പം വരുന്നത് അവരുടെ കഴിവ് കൊണ്ട് മാത്രമാണ്. കഴിവ് കൊണ്ടുവരും, അവതരിപ്പിക്കും, പോകും. പണം വേണ്ട, പേഴ്സ് തുറക്കണ്ട അവർക്ക്. ഈ കലാമേഖലയിൽ ഇനി ബാക്കി വെച്ച മോഹങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ഒരുപാടുണ്ട്. എനിക്ക് യഥാർത്ഥ കലാകാരനെ, ഇവരാണ് യഥാർത്ഥ കലാകാരന്മാർ ലോകത്തുള്ളതെന്ന് തെളിയിക്കണം. ഒരു കഥകളി നടൻ്റെ മുന്നിൽ ഏത് സിനിമാ താരം വരും? ഒരു കൂടിയാട്ടം കലാകാരൻ്റെ മുമ്പിൽ ഏത് സിനിമാ താരം വരും? ഞാനൊരു 5
കൂടിയാട്ടം കലാകാരൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ ഇവിടെയുള്ള ഒരാളുടെ പേര് പറയില്ല ആരും. ഒരു സർക്കസ് കലാകാരൻ, 5 സർക്കസ് കലാകാരന്മാരുടെ പേര് പറഞ്ഞാൽ ആർക്കും അറിയില്ല. ക്രിക്കറ്റ് 5 പേരുടെ പേര് പറഞ്ഞാൽ 10 പേരുടെ പേര് പറയും. അറിയാം. സിനിമാ താരങ്ങളുടെ 10 പേര് പറയും. പക്ഷേ യഥാർത്ഥ കലാകാരന്മാർ ഇവരാണ്. അല്ല, അപ്പോൾ അവരെ എന്നെങ്കിലും ഒരു ദിവസം ഈ സിനിമയേക്കാൾ മുകളിൽ അവരെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടാവണം. അതാണ് എൻ്റെ എയിം. പിന്നെ രണ്ടാമത് എൻ്റെ പ്രാർത്ഥന എന്നുള്ളത് എൻ്റെ നോൺ കമേഴ്ഷ്യലായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ഒന്നും പൈസ ആയിട്ട് ബന്ധമില്ല എൻ്റെ ആക്ടിവിറ്റീസിന്. പക്ഷെ അത് പോകാനായിട്ട് ഒരു നിമിഷം മതി. ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ആ ചിന്ത, എൻ്റെ ആ കാഴ്ചപ്പാട് ഒരിക്കലും പോകരുതെന്നുള്ളതാണ്. അപ്പം അങ്ങയുടെ ആ കലാസഭയിൽ തുടരട്ടെ, ഈ പറയുന്ന ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കട്ടെ. അതോടൊപ്പം തന്നെ അങ്ങയുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാവുന്നു എന്ന് പറയുമ്പോൾ മറുവശത്ത് സംഭവിക്കുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ പാവപ്പെട്ട കലാകാരന്മാർ അവർ ഉന്നതിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഉള്ള സാധ്യത ഉണ്ടാകട്ടെ. എല്ലാ ആശംസകളും.